കൈക്കൂലി കേസിൽ പിടിയിലെ പുത്തൻകുരിശ് വടവുകോട് പഞ്ചായത്തിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ദീപേഷ് കുമാർ ലക്ഷങ്ങളായി ആണ് കൈക്കൂലി വാങ്ങുന്നതെന്ന് വിജിലൻസ്. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് ഇയാൾ കൈക്കൂലിയെ ആവശ്യപ്പെടുക. ഇന്നലെ 15 ലക്ഷം കൈക്കൂലി വാങ്ങിയപ്പോഴാണ് ദീപേഷ് കുമാർ വിജിലൻസ് പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, 5 ലക്ഷത്തിൽ കുറഞ്ഞ് ദീപേഷ് വാങ്ങില്ല അല്ലേ? അശ്മി, ലക്ഷത്തിൽ കുറഞ്ഞ പരിപാടിയൊന്നും ഇല്ല ദീപേഷിന് എന്നാണ് വിജിലൻസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ പറയുന്ന വടവുകോട് പുത്തൻകുരിശ് മേഖലയിലേക്ക് എത്തിയിട്ട്, ആ പഞ്ചായത്തിലേക്ക് എത്തിയിട്ട് കേവലം 1 മാസം മാത്രമാണ് ആകുന്നത്. ഒരു 55,000 സ്ക്വയർ ഫീറ്റിന്റെ ഗോഡൌണിന് നമ്പർ ഇട്ട് നൽകാൻ വേണ്ടിയിട്ട് ദീപേഷ് ചോദിച്ചത് 20 ലക്ഷം രൂപയാണ്. ആ 20 ലക്ഷത്തിൽ 15 ലക്ഷം രൂപ ഇന്നലെ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഈ പരാതിക്കാരൻ എത്തിയത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം 5 ലക്ഷം രൂപ ചെക്കായിട്ട്, 10 ലക്ഷം രൂപ ചെക്കായിട്ടും 5 ലക്ഷം രൂപ കാശായിട്ടും കൈമാറാനാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ വിജിലൻസ് ഇയാളെ കൈയോട് പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഒരു 1.5 കോടി രൂപയുടെ ബില്ല് അടക്കം ഇയാൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരുമാനം എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് വിജിലൻസ്. ഇന്ന് ദീപേഷിനെ കോടതിയിൽ ഹാജരാക്കും. ദീപേഷ് ഇതിനു മുൻപ് ചേരാനെല്ലൂരും അതോടൊപ്പം കടമക്കുടിയിലും ഒക്കെയാണ് ജോലി ചെയ്തത്. അപ്പോൾ പരാതികൾ ഒന്നും കാര്യമായി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ദീപേഷും ഈ വിജിലൻസിന്റെ റഡാറിലായിരുന്നു. ഒരു പരാതി ലഭിച്ചു, അത് കൃത്യമായി വിജിലൻസ് ഓപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണ് ദീപേഷിന് 5 ലക്ഷം സ്റ്റാർട്ടിംഗ് കൈക്കൂലി 5 ലക്ഷം ആണെങ്കിൽ അതിന് മുകളിലോട്ടാണെങ്കിൽ ഇയാൾ കഴിഞ്ഞ കുറേ നാളായി കുറെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ വിഷ്ണു. അശ്മി, ഉറപ്പാണ് വിജിലൻസിന് അക്കാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. കാരണം 1.5 കോടി രൂപയുടെ ഒരു വില്ല പെട്ടെന്ന് ഒരു അസാധാരണമായ വളർച്ചയിൽ വാങ്ങുമ്പോൾ സ്വാഭാവികമായും ശമ്പളം കൊണ്ട് മാത്രം അത് സാധ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനധികൃത പണമിടപാട് അല്ലെങ്കിൽ അനധികൃതമായ കൈക്കൂലിയൊക്കെ സ്വാഭാവികമായി വാങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ 55,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഗോഡൌണിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 20 ലക്ഷം രൂപ വെച്ച്. 20 ലക്ഷമാണ് സാധാരണ നമ്മൾ കൈക്കൂലി പിടിക്കുന്ന കേസൊക്കെ 20,000 അല്ലെങ്കിൽ 50,000 കേസൊക്കെയാണ്. ഇത് 20 ലക്ഷമാണ് ചോദിച്ചത്. അതിൽ 15 ലക്ഷം രൂപ കൊടുക്കാൻ ചെന്നപ്പോഴാണ് വിജിലൻസ് കൈയോടുകൂടി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പണമുള്ള ആളുകളെ കൃത്യമായി അറിയാം ഇയാൾക്ക്. ഇയാൾ അവരെ അതിസമ്മർദ്ദത്തിൽപ്പെടുത്തും. പണം നൽകിയില്ല എങ്കിൽ പിന്നീട് ഭീഷണിപ്പെടുത്തുവാക്കാം. അങ്ങനെയാണ് പണം വാങ്ങുന്നത്. രാത്രി മാത്രമാണ് കൈക്കൂലി വാങ്ങുക. പകൽ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ സമീപപ്രദേശങ്ങൾ കൊണ്ടുവന്നാൽ വാങ്ങാറില്ല. രാത്രി മാത്രം കൈക്കൂലി വാങ്ങുന്ന സ്വഭാവക്കാരനാണ് ഈ പറയുന്ന ദീപേഷ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.